അമേരിക്കയെ സഹായിക്കുന്ന അയൽരാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ. തങ്ങളുടെ മണ്ണ് ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് സൈനിക പിന്തുണ നൽകുന്ന ഗൾഫ് അയൽരാജ്യങ്ങൾക്കെതിരെ ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു. യുഎസിന്റെ ശത്രുതാപരമായ നീക്കങ്ങൾക്കും ആക്രമണങ്ങൾക്കും മണ്ണൊരുക്കുന്നത് അവസാനിപ്പിക്കാൻ പേർഷ്യൻ ഗൾഫ് തീരദേശ രാജ്യങ്ങൾക്ക് ഇറാൻ ആവശ്യത്തിന് സമയവും അവസരവും നൽകിയിട്ടുള്ളതാണെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ടെഹ്റാനിലെ പ്രൊഫസർ വ്യക്തമാക്കി. ഇറാന്റെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും യുഎസ് ടാങ്കർ വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി അമേരിക്ക ഇപ്പോഴും ഈ പ്രദേശങ്ങളെ ഉപയോഗിക്കുകയാണ്. ഇരുവിഭാഗവും ശത്രുതാപരമായ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. എന്നാൽ ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളിലെ ചില വ്യോമത്താവളങ്ങൾ യുഎസ് നവീകരിച്ചു വരികയാണ്. ഒരു യുദ്ധത്തിന് ശേഷമുണ്ടായ വെടിനിർത്തൽ കരാറിനെ അമേരിക്ക ഇവിടെ വ്യക്തമായി ലംഘിച്ചിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം ഹോർമുസ് കടലിടുക്കിന്റെ ഒരു ഭാഗം തങ്ങളുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ ഇറാന് പൂർണ്ണ അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസുമായുള്ള തർക്കങ്ങൾക്കിടയിൽ അമേരിക്കയെ സഹായിക്കുന്ന ഗൾഫ് അയൽരാജ്യങ്ങൾക്കെതിരെ ഇറാൻ കടുത്ത സൈനിക തന്ത്രപരമായ നിലപാടുകളിലേക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പ്രസ്താവനകൾ നൽകുന്നത്. സുരക്ഷാ ഗ്യാരണ്ടിയുടെ പേരിൽ കോടിക്കണക്കിന് ഡോളർ വാങ്ങിയ ശേഷം യുദ്ധകാലത്ത് അറബ് സഖ്യകക്ഷികളെ കൈയൊഴിഞ്ഞ അമേരിക്കൻ നടപടി വലിയ ചതിയാണെന്ന് ഇറാനിയൻ സൈനിക വക്താവ് പറഞ്ഞു. അമേരിക്കയിലുള്ള അമിത വിശ്വാസം തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കില്ലെന്ന് പ്രാദേശിക അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധസമയത്ത് സ്വന്തം സൈനിക താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ പോലും അമേരിക്ക പരാജയപ്പെടുകയാണുണ്ടായത്. ഇസ്രായേലിന് നേരെയെത്തിയ ഡ്രോണുകളും മിസൈലുകളും തടയാൻ മാത്രമാണ് അമേരിക്ക തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഉപയോഗിച്ചത്. അതേസമയം തങ്ങളുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കൻ ഭരണകൂടം വളരെ കുറഞ്ഞ വിഭവങ്ങൾ മാത്രമാണ് മാറ്റിവെച്ചത്. വൻതോതിൽ എണ്ണ വരുമാനം കൈപ്പറ്റിയിട്ടും അവസാന നിമിഷം സഖ്യകക്ഷികളെ സംരക്ഷിക്കാനുള്ള പ്രതിരോധ ശേഷിയോ താൽപര്യമോ അമേരിക്ക കാണിച്ചില്ല. ഇത് വാഷിംഗ്ടണിന്റെ വഞ്ചനയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും അടിച്ചേൽപ്പിച്ച യുദ്ധത്തിലൂടെ തങ്ങളുടെ ഭൗമരാഷ്ട്രീയ ശേഷിയെയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇറാൻ കൂടുതൽ വ്യക്തത കൈവരിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിനെക്കുറിച്ച് വർഷങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ശത്രുവിന്റെ യുദ്ധസന്നാഹങ്ങളെ ഫലപ്രദമായി തടയാൻ ഈ തന്ത്രപ്രധാനമായ വഴിക്ക് എങ്ങനെ സാധിക്കുമെന്ന് കഴിഞ്ഞ യുദ്ധം പ്രായോഗികമായി തെളിയിച്ചു. അക്സ ഫ്ലഡ് ഓപ്പറേഷന് ശേഷം പ്രതിരോധ സഖ്യം തകർന്നുവെന്നും ഹമാസും ഹിസ്ബുള്ളയും ദുർബലമായെന്നുമുള്ള പാശ്ചാത്യ വിശകലന വിദഗ്ധരുടെ വാദങ്ങളെ ഈ യുദ്ധം പൊളിച്ചെഴുതി. പ്രതിരോധ സഖ്യത്തിന്റെ ഐക്യം തകർക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വിവിധ പ്രതിരോധ ഗ്രൂപ്പുകൾക്കിടയിലെ ഏകോപനവും ദൃഢതയും മുമ്പത്തേക്കാൾ ശക്തമാക്കുകയാണ് ചെയ്തത്. യുദ്ധകാലത്ത് അത്യാധുനിക സൈനിക സാമഗ്രികൾ വികസിപ്പിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ നേരത്തെ ഗവേഷണം പൂർത്തിയാക്കി സജ്ജമാക്കിയ പുതിയ ഡ്രോണുകളും ആർമിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സും ചേർന്ന് പരിഷ്കരിച്ച മിസൈലുകളും വിജയകരമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിന്യസിച്ചു. തങ്ങളുടെ ബലഹീനതകൾ കൃത്യമായി തിരിച്ചറിയാനും അവയെ കരുത്താക്കി മാറ്റാനും കഴിഞ്ഞതാണ് ഈ യുദ്ധത്തിന്റെ മറ്റൊരു വലിയ നേട്ടം. ശത്രുക്കളെ നേരിടുന്നതിൽ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ശക്തമായ പിന്തുണയാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ യുഎസ് വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഞായറാഴ്ച ഇറാൻ ബഹ്റൈനിലും കുവൈത്തിലും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അതേസമയം വാഷിംഗ്ടൺ ആക്രമണം തുടർന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ശാശ്വത വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ പുതിയ സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തു. നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള നീക്കങ്ങളെ ഇറാൻ എതിർത്തതോടെയാണ് ഏറ്റവും പുതിയ സംഘർഷം ഉടലെടുത്തത്. യുഎസ് നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ബഹുരാഷ്ട്ര സമുദ്ര സംഘടന ശനിയാഴ്ച ഒമാനിനടുത്തുള്ള ഒരു റൂട്ട് ഇൻബൌണ്ട് ഔട്ട്ബൌണ്ട് ഗതാഗതത്തിനായി വികസിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത് യുഎസും ഇറാനും ഇടക്കാല സമാധാന കരാറിന്റെ നിബന്ധനകളെക്കുറിച്ച് ചർച്ച തുടരുന്നതിനിടെ ടെഹ്റാനുമായി മറ്റൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക ജലാശയങ്ങളിലാണ് ഈ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ആഗോള സമൂഹം വളരെ കാലമായി അതിനെ ഒരു അന്താരാഷ്ട്ര പാതയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയുടെ പിന്തുണയുള്ള ഒമാന്റെ ഭാഗത്തുള്ള കപ്പലുകളെ ഇറാൻ 2 തവണ ആക്രമിച്ചു. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 വഹിച്ചിരുന്ന പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ നദീമുഖമായ കടലിടുക്ക് തങ്ങൾ മാത്രമായിരിക്കണം നിയന്ത്രിക്കേണ്ടതെന്ന് ഇറാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.